ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നമ്മുടെ ഫുഡ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഫുഡ് ബിസിനസ് എങ്ങനെ വീട്ടിൽ തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഫുഡ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. അതായത് ഒരുപാട് രീതിയിൽ നമ്മൾക്ക് തുടങ്ങാമല്ലോ. അപ്പം നമ്മൾ ഇനീഷ്യലി എന്ത് ചെയ്യണം, നമ്മൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള എക്സാക്റ്റ് ഐഡിയ നമുക്ക് വേണം. അതായത് നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പോവുകയാണോ, അതോ ക്ലൗഡ് കിച്ചണാണോ, അതോ ഫുഡ് ട്രക്ക് ചെയ്യാൻ പോവുകയാണോ, റെസ്റ്റോറൻറ്റാണോ നമ്മൾ ചെയ്യണേ, അപ്പോൾ എന്ത് തരത്തിലുള്ള ഫുഡ് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മെനു ഉണ്ടാക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചായക്കട തുടങ്ങുകയാണെന്നിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഒരു ചായക്കട തുടങ്ങുമല്ലേ, സാധാരണ എല്ലാവരും ചെയ്യണ പോലെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചായക്കട കുറച്ചുകൂടി പെട്ടെന്ന് ഫേമസ് ആവും, കുറച്ചുകൂടി നല്ല രീതിയിൽ ക്ലിക്കാവും. എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ തന്നെ നോർമൽ ചായ അല്ലാതെ ഒരുപാട് രീതിയിലുള്ള ചായ ഉണ്ടല്ലേ. അതായത് പൈനാപ്പിൾ ചായ, ചോക്ലേറ്റ് ചായ, നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചായാസ് കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റമാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ ചായ പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ എടുക്കാൻ നോക്കുക. വെറൈറ്റി ഐറ്റംസ് നമ്മുടെ കയ്യിൽ ആക്കാൻ വേണ്ടി നോക്കുക. അത് ഇഷ്ടപ്പെടുന്നവർ, ഈ ഒരു വെറൈറ്റീസിനെ പറ്റിയിട്ടൊന്നും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും, അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതുപോലെ നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ്, ഇപ്പോൾ 100-ലധികം ചായ, 50-ലധികം ചായ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കേക്ക്സ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. നമ്മൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണോ ചെയ്യുന്നത്, എന്ത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണോ ചെയ്യുന്നത്, അതിലെന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ് ക്ലിക്കാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഫുൾ മാർക്കറ്റിംഗ് സപ്പോർട്ട്, മാർക്കറ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഫുഡ് ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് മാത്രമല്ല ഓഫ്ലൈൻ മാർക്കറ്റിംഗും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക, ഓൺലൈനും ചെയ്യുക ഓഫ്ലൈനും ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫുഡിൻ്റെ ബിസിനസ് ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ അതിന് ലൈസൻസ് എടുക്കണം. നമുക്കറിയാം, നിയമപരമായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിലും ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എന്ത് തരത്തിലുള്ള ലൈസൻസാണ് എടുക്കേണ്ടത്, അതുപോലെ എങ്ങനെ മാർക്കറ്റിംഗ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈവ് ട്രെയിനിങ് ആണ് കേട്ടോ. ലൈവായിട്ട് നമ്മൾക്ക് ഈ ഒരു ക്ലാസ് നമ്മൾ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാം. ഒപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട്. എല്ലാ ലൈസൻസ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. എല്ലാം ഫുഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മൾ ലൈസൻസ്, എല്ലാവിധ ലൈസൻസും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈസൻസിനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ താഴെ നമ്മുടെ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അപ്പോൾ ഫുഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇനിയും വൈകിപ്പിക്കരുത്, കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓൾ ദി ബെസ്റ്റ്.